ഷഹാദത്തിന്റെ അർത്ഥത്തിൽ അദ്ദേഹം പറയുന്നത് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ ഒരു ആവശ്യങ്ങളും ചോദിക്കപ്പെടാൻ അർഹനായിട്ട് ലോകത്തൊരാളുമില്ല അല്ലല്ലാതെ. മഅബൂദിന് അർത്ഥം ആദ്യം പറയും, മഅബൂദിന് അർത്ഥം പറയും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ മഅബൂദുൻ ബിഹഖില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ അദ്ദേഹം അർത്ഥം വെക്കുന്നത് അതിന്റെ യഥാർത്ഥ അർത്ഥം എന്ന് പറഞ്ഞാൽ ഏത് ഘട്ടത്തിലും ചോദിക്കപ്പെടാൻ അർഹൻ അല്ലാഹു മാത്രമാണ്. അപ്പൊ പിന്നെ അങ്ങനെ അർത്ഥം വെക്കുമ്പോൾ സുഖമാണ് നമ്മളെ കാഫിറാക്കാൻ. നമ്മൾ ആരോട് ചോദിക്കുന്നുണ്ട്? മുഹിദ്ദീൻ ചോദിക്കുന്നുണ്ട്, അപ്പൊ കാഫിറാണ്. മമ്പർദങ്ങോട് ചോദിക്കുന്നുണ്ട്, അപ്പൊ കാഫിറാണ്. അപ്പൊ നമ്മളെ കാഫിറാക്കാൻ വേണ്ടി ഷഹാദത്തിന്റെ അർത്ഥം പോലും മാറ്റിമറിക്കുകയാണ്. അപ്പൊ ഡോക്ടർ അടുത്ത് പോയാലോ ശരിക്കാവൂലേ? ഇനി ഉമ്മാനോട് ഉമ്മ സഹായിക്കുന്ന ഒരാളും കാഫിറാവൂലേ? ഒക്കെ ഷഹാദത്തിന് നമുക്ക് പുറത്താവൂലേ? അങ്ങനെയാണെങ്കിൽ എന്താണ് ഇവരൊക്കെ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിന് പണ്ഡിതന്മാരെ കൊടുത്ത അർത്ഥം എന്താ? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ ലാ മഅബൂദ ബിഹഖിൻ ഇല്ലല്ലാഹ്, യഥാർത്ഥത്തിൽ ആരാധിക്കപ്പെടാൻ അർഹനായിട്ട് ലോകത്തൊരു ശക്തിയുമില്ല, വ്യക്തിയുമില്ല അല്ലാഹയല്ലാതെ. അതിൽ ആർക്കാ തർക്കമുള്ളത്?